ഏകദേശം ഒരു 2 മാസത്തിൻ്റെ അടുത്തോളം നാട്ടിൽ നിന്നിട്ട് ഫൈനലി ഇതാ ഞങ്ങൾ സൗദിയിലേക്ക് പോണ ദിവസം എത്തിയാണ്. നാളെ രാവിലെ ഇവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണം. ഇതിപ്പോൾ തലേന്നാണ് കേട്ടോ. ഞാൻ പാക്കിംഗ് ഒക്കെ ആണ്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല, കാരണം തീരെ സമയമില്ലാതെ എങ്ങനെയൊക്കെ എടുത്ത് വെച്ചതാണ്. ശരിക്കും മടക്കിയിട്ട് പോലും ഇല്ല. ഞാൻ ശരിക്കും പാക്ക് ചെയ്യുന്ന പോലെ പാക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ കുറച്ച് ജേഴ്സി ഹിജാബ്സ് വാങ്ങിനി കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഇപ്പോൾ അതാ ഈ എടുത്ത് വെക്കണത്. ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാനൊന്ന് വാങ്ങിനി. അത് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ അത്ര കംഫർട്ടുള്ള വേറൊരു ഹിജാബും ഇല്ല. അപ്പം ഞാൻ കുറച്ച് വാങ്ങിയതാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം ഈ പെട്ടി കെട്ടുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നുമില്ല, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സെയിം സാധനം തിരിച്ച് അങ്ങോട്ടും കൊണ്ടുപോവാണ്. എക്സ്ട്രാ ആയിട്ടുള്ളത് ബേക്കറി ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ആണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സെയിം തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇതാ വീട് മൊത്തം പെട്ടിയോണ്ട് അലങ്കോലായി കിടക്കുകയാണ്. പല സ്ഥലത്തും പരന്ന് കിടക്കുകയാണ്. ഈ പാക്കിംഗ് ഒക്കെ നേരത്തെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ തിരക്ക് പിടിച്ച് പോണതിൻ്റെ തലേന്നൊക്കെ ചെയ്യാൻ നിന്നാൽ ഭയങ്കര ടാസ്ക്കാണ് ഈ പെട്ടി പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം പെട്ടികളിലൊക്കെ സാധനങ്ങൾ നിറഞ്ഞ് ഒതുങ്ങി കഴിഞ്ഞാണ്. ഇനിയുള്ളത് ഫുഡ് ഐറ്റംസ് മാത്രമാണ്. ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ ചട്ടിപ്പത്തിരിയൊക്കെ കിട്ടാനുണ്ട്, അത് നാളെ രാവിലെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കിട്ടിയതിൻ്റെ ശേഷം ഈ കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലേക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതാ നിങ്ങൾ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലേക്ക് ആക്കാനുള്ളതാട്ടോ. അപ്പോൾ ഇനി ഏതായാലും രാത്രി അതിന് ഉറങ്ങാൻ വേണ്ടി പോവുക, കാരണം രാവിലെ നേരത്തെ നീക്കണം. നേരത്തെ ഒന്നുമല്ല കേട്ടോ കിടക്കാൻ പോയത്, നല്ല ലേറ്റ് ആയിന്. അങ്ങനെ ഇതാ രാവിലെ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ. നമ്മളെ ഫ്ലൈറ്റ് വൈകുന്നേരമാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് രാവിലെ പോകണം, കാരണം നെടുമ്പാശ്ശേരി നിന്നാണല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് രാവിലെ ഇറങ്ങിയാൽ ഒരു 5 മണിക്കൂറോളം യാത്ര ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഈ ഒരു സമയത്ത് അഥവാ വിൻ്റർ വെക്കേഷൻ കഴിഞ്ഞ ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയം ഭയങ്കര ടിക്കറ്റിന് ഫെയർ ആയത് കാരണം ഞങ്ങളങ്ങനെ കുറയോ നോക്കി നിന്ന് അവസാനം പെട്ടെന്ന് ഇനിയിപ്പോൾ എന്തായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചു കണ്ട് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കാലിക്കറ്റിൽ നിന്ന് സീറ്റില്ല. കാരണം ഒന്നെങ്കിൽ 3 സീറ്റ് ഒഴിവുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ 2 സീറ്റ്. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ 5 ആൾക്കാരുണ്ട്. അങ്ങനെ കിട്ടാത്തത് കാരണമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എടുക്കേണ്ടി വന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ല നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോണത്. കാരണം എന്താ വെച്ചാൽ ഫ്ലൈറ്റ് യാത്രേനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അവിടെ വരെയുള്ള ആ കാറിലുള്ള യാത്ര. എനിക്ക് അത്രയും ലോങ് അങ്ങനെ പോകണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ റോഡൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അറിയൂല, എനിക്ക് വേഗം ഛർദി വരും കാറിൽ ലോങ് പോകുമ്പോൾ. നമ്മൾ സൗദിയിൽ നിന്നൊന്നും പോണ പോലല്ല, ഇവിടെയൊക്കെ റോഡാണ് പ്രശ്നം. നമ്മളെ നാട്ടിലാണെങ്കിൽ വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ടൊക്കെ അല്ലേ പോവുക. അപ്പോൾ ആ ഒരു ആടൽ കാരണം തോന്നുന്നുണ്ട് ഛർദി വരുന്നത്. ഇവിടുന്ന് എനിക്ക് എത്ര ലോങ് യാത്ര ചെയ്താലും എനിക്ക് ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നാട്ടിൽ അങ്ങനല്ലല്ലോ, അതുകൊണ്ടാണ് നാട്ടിൽ ലോങ് ഡ്രൈവ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതാ ഇലൂനെ നീപ്പിച്ച് കുളിപ്പിച്ച് ഓളം മാറ്റിയൊക്കെ കൊടുക്കുകയാണ്. ഇലൂനെ നീപ്പിക്കാനാട്ടോ കുറച്ച് പണി. പിന്നെ ഇപ്പം നാട്ടിലായതുകൊണ്ട് നേരം വൈകി നീച്ചും തയങ്ങും ചെയ്തില്ലേ. അങ്ങനെ എങ്ങനെയൊക്കെ ഓളം പിടിച്ച് നീപ്പിച്ച് കുളിപ്പിച്ച് ശരിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ ഇതാ വീടൊക്കെ പൂട്ടി യാത്ര പറഞ്ഞാണ്ട് ഇറങ്ങുകയാണ്. നമ്മൾ ഇവിടെ നിന്നല്ല കേട്ടോ ഇറങ്ങണേ, തറവാട്ടിൽ പോയിട്ട്, തറവാട് പറഞ്ഞാൽ ഇക്കാക്കൻ്റെ വീട്, അവിടെ പോയിട്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് പോയത് കേട്ടോ. ഈ നാട്ടിൽ നിന്ന് പോവാന്നൊക്കെ പറയുമ്പോൾ മനസ്സിനതൊരു വല്ലാത്തൊരു നമുക്കിങ്ങനെ വയറിങ്ങനെ കാളണ മാതിരി തോന്നും. എന്താ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ അതിനെ പറ്റി പറഞ്ഞപ്പോൾ ഇക്കാക്ക എന്നോട് പറയാട്ടോ, അപ്പോൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇജിയും മക്കളൊന്നും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്താവും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്ത് അതിനെപ്പറ്റി പറയല്ലേ, കാരണം കുറേ അനുഭവിച്ചതാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ പറഞ്ഞതാ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിന് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കാരണം എൻ്റെ ബ്രദർ എന്നെ ഒരു സ്ഥലം കാണിച്ചു തരാറിനെ കണ്ട് കൊണ്ടുവന്നതാണ്. ഇത് ഫ്ലൈറ്റ് നമ്മളെ തലൻ്റെ മേലെ കൂടെ പോണത് മേലെന്ന് നമുക്കിങ്ങനെ കാണാമെന്ന് പറഞ്ഞിങ്ങാണ്ട് അവിടെ കാറ് നിർത്തി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പക്ഷെ നമ്മൾ നിർത്തിയ സ്ഥലം മാറിപ്പോയി, ഫ്ലൈറ്റ് അപ്പുറത്ത് കൂടെ പോയി. ഞാനിവിടെ ക്യാമറയും പിടിച്ച് നിൽക്കേനി, പക്ഷേ ഫ്ലൈറ്റ് അപ്പുറത്ത് കൂടെ പോയിട്ടോ, നമ്മൾ നിന്ന സ്ഥലം മാറിപ്പോയി. നേരത്തെ എത്തിയത് കാരണം എയർപോർട്ടിൻ്റെ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്, കാരണം നമ്മൾ 2:30 ആയപ്പോഴത്തേനും അവിടെ എത്തീന്. അല്ല 1 മണി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം ഞാൻ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിന്. അപ്പോൾ ടൈമിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തായാലും നമ്മൾ ഒരു ഉച്ച സമയത്ത് നേരത്തെ അവിടെ എത്തീന്. അപ്പോൾ ഉള്ളിലേക്ക് കയറാനായിട്ടില്ലേനി.
അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റൊക്കെ ചെയ്ത് സമയമായതിൻ്റെ ശേഷമാണ് ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. ഇവിടുന്നാണെങ്കിലും ഒരു ഫ്ലൈറ്റിനും 5 സീറ്റ് ഒപ്പരം ഒരുമിച്ച് കിട്ടിയിട്ടില്ലേനി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ വരാത്തൊരു ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യാൻ പോണത്. ആകാശ എയറിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റിനെ പറ്റി കേൾക്കണത് തന്നെ. ഇതുവരെ ഞാൻ ഈ ഒരു ഫ്ലൈറ്റിനെ പറ്റി കേട്ടിട്ടേ അല്ലേ. അത് എങ്ങനാവും എന്താവും എന്നൊന്നും അറിയൂല. അപ്പോൾ ആകാശ എയറിലാണ് ഞങ്ങളിപ്പം വരാൻ പോണത്. പക്ഷെ കുഴപ്പമില്ല, നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ലഗേജൊന്നും അതിന് മാത്രം ലഗേജൊന്നും ഇല്ല. ഒക്കെ കറക്റ്റായിട്ടാണ് ലഗേജൊക്കെ ഉള്ളത്. എല്ലാ പ്രാവശ്യവും ലഗേജിൻ്റെ ടെൻഷനാണ് ഉണ്ടാവല്. പക്ഷേ ഈ പ്രാവശ്യം കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ നാട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇനി വെറും 4 മാസമേ ഉള്ളൂ. 4 മാസത്തിനാണ് ഈ വരുന്നത്. കാരണം വിസിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയല്ലോ. സിംഗിൾ എൻട്രി ആണ്, 4 മാസമേ കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ച് വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങളായിട്ടേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലഗേജ് വലിയ ടെൻഷനൊന്നും ഇല്ലേനി. അങ്ങനെ ഇവിടുന്ന് ബോർഡിങ്ങും ഇമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം ലോഞ്ചിലേക്കാണ് പോണത്. എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച്. അതുമല്ല നമ്മളെ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ അത്ര ലേറ്റാണ്. അപ്പോൾ പിന്നെ ലോഞ്ച് പോയിട്ട് അവിടെ കിടക്ക് ഫുഡ് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ ലോഞ്ചിലേക്കാണ് പോണത്. ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടത്തെ പോലെയല്ല. ഇവിടുത്തെ ലോഞ്ചിൽ അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസ് ആണുള്ളത്. എല്ലാതരം കറിയും റൈസും അതുപോലെ പായസം, കേക്ക് ഐറ്റംസ്, സലാഡ്സ്, നല്ല നല്ല ഫുഡ് എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടേനി. പക്ഷേ ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റിൽ ഫുഡില്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് മാക്സിമം കഴിച്ചിട്ട് പോകേണ്ടി വരും. പിന്നെ അവിടെ എത്തിയാലല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ. ഞാൻ പിന്നെ ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കണ്ട് കേക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കണ്ട് ചോറൊക്കെ ഒഴിവാക്കി കണ്ട് ഞാൻ അതൊക്കെ കേട്ടോ ഞാൻ കഴിച്ചത്. ഇവർ ചോറും കറിയും അതും ഇതൊക്കെ കഴിച്ചാണ്. പിന്നെ കയ്യിൽ ഇന്നലെ രാത്രി സൽക്കാരത്തിന് പോയിനല്ലോ ഉമ്മൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടുന്ന് എടുത്ത ആ ഒരു പുഡിങ്ങിൻ്റെയും ഇതൊക്കെ ഉണ്ടേനി കയ്യിൽ. ഫ്ലൈറ്റിൽ നിന്ന് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പം എടുത്ത് കൊണ്ടുവരണ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടേനി. ഇത് പിന്നെ മക്കൾ പിന്നെ അതെടുത്ത് കഴിക്കൽ തന്നെയാണ്. പിന്നെ അവിടുന്ന് ഏകദേശം സമയമായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി താഴത്ത് പോയിരുന്ന്. കാരണം പിന്നെ അഥവാ വിളിച്ചാലൊന്നും അറിയൂലല്ലോ. പിന്നെ നടക്കാൻ ഇത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഈ AC ഇങ്ങനെ കണ്ടപ്പം ഏതാ ഗേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറ്റിയിട്ടു. ഞങ്ങളെ ഗേറ്റ് നമ്പർ 5 ആണ്. അപ്പോൾ ഇവിടുന്ന് അവിടേക്ക് കുറച്ചധികം ലോങ് ഉണ്ട് നടക്കാൻ. അപ്പം നമ്മൾ ഈ ലഗേജും കുട്ടികളും എല്ലാവരും പാടും പോളെ കണ്ടപ്പം ചേച്ചി അങ്ങനെ കയറ്റിയതാണ്. ആദ്യമായിട്ടാണ് ഇത്രയും നേരം എടുത്തുകാണ്ട് യാത്ര ചെയ്യണത്. ഇത്രയും നേരം എടുത്തുകാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഫ്ലൈറ്റ് ലേറ്റാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ലേറ്റ് ആയിനി ഫ്ലൈറ്റ്. അപ്പോൾ അതും കഴിഞ്ഞതിൻ്റെ ശേഷം ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്ക് തോന്നണത് ഒരു 7 മണി 7:30 ആ ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നണത്. അതും കഴിഞ്ഞ് ഒരു 6.5 മണിക്കൂറോളം ഉണ്ടേനി കേട്ടോ. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള സമയം സാധാരണ അത്ര എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നണത്. ശരിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ഞാൻ ഇത്ര നേരം നമ്മൾ എപ്പോഴോ തുടങ്ങിയല്ലോ യാത്ര. അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ ഇരുന്ന മാതിരി തോന്നിയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ സമയം 6.5 മണിക്കൂർ എടുത്തണ്. അത്ര തന്നെ സാധാരണ എടുക്കലുണ്ടോ എന്നുള്ളത് എനിക്കറിയൂല. നമ്മളങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല. ഏകദേശം എനിക്ക് തോന്നണ ഒരു 5 മണിക്കൂർ എടുക്കലേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ ഈ ഫ്ലൈറ്റിന് കൂടിയണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് അറിയണമല്ലോ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തോളി. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും ഉറങ്ങാൻ തുടങ്ങിയാണ്. നമ്മളും കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളും ഉറങ്ങി നീച്ചപ്പോത്തിനും സൗദിയിലെത്തി. അങ്ങനെ അൽഹംദുലില്ലാ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞങ്ങൾ സൗദിയിലെത്തി. ഞാൻ കഴിഞ്ഞ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി സൗദിയിലേക്ക് വരുമ്പം രാത്രി വരണം, നാട്ടിലേക്ക് വരുമ്പം പകൽ വരണം. കാരണം എന്താ വെച്ചാൽ സൗദിയിൽ പകലിറങ്ങുമ്പം ഒരു എന്താ പറയുക മരുഭൂമി പോലെ മൊത്തം ഉണങ്ങിയ പോലെ കാണും. നാട്ടിലാണെന്നുണ്ടെങ്കിൽ രാത്രി മൊത്തം ഇരുടുമാവും. പകലാണെങ്കിൽ നല്ല പച്ചപ്പും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ വരണമെന്ന് ഞാൻ പറഞ്ഞിനി കേട്ടോ. ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ മതിയോ. അപ്പോൾ അതന്നെ ഞാനിപ്പോഴും പറയണേ. രാത്രി ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല രസമാണ് ലൈറ്റും ഇതൊക്കെ താഴത്ത് കാണുമ്പോൾ. പിന്നെ ഈ ആകാശ എയർ ഇവിടെ ഹജ്ജ് ടെർമിനലാണ് കേട്ടോ ഇറങ്ങുക. സാധാ എല്ലാവരും ഇറങ്ങണ എയർപോർട്ടിലല്ല, ഹജ്ജ് ഉംറക്കൊക്കെ വരുന്ന ആ ഒരു എയർപോർട്ടിലേക്കാണ് വരിക. ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇതുവരെ ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലേനി കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലേനി. ആദ്യമായിട്ടാണ് ഈ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങണത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനായി. അങ്ങനെ
അങ്ങനെ ഇതാ ഇവിടുന്ന് പുറത്തിറങ്ങി ഇക്കാക്കൻ്റെ ഫ്രണ്ട്സ് വന്നീനി. ഇപ്പോൾ ഇവിടെ സൗദിയിൽ വന്നിറങ്ങുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ വന്നിറങ്ങണ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കാലങ്ങളോളായിട്ട് ഇവിടെ നിൽക്കണോണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ വന്നിറങ്ങി ഈ ഒരു റോഡും ഈ സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ നമ്മളെ നാടെത്തിയുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീൽ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റൂമിലെത്തിയാണ്. ഇനിയുള്ള വ്ളോഗും കാര്യങ്ങളും എല്ലാം സൗദിത്തതും ഈ റൂമും ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.